കോടികൾ വിലയുള്ള പുരാതനമായ ഒരു മുട്ട മോഷ്ടിക്കാനായി പദ്ധതിയിടുന്ന രണ്ട് കള്ളന്മാരുടെ കഥ നമുക്കിന്ന് ഉള്ളടക്കത്തിലൂടെ കേട്ടാലോ. 2009 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ത്രില്ലർ മൂവിയാണ് തിക് ആസ് തീവ്സ്. ഈ സിനിമയിൽ പ്രധാനമായും രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കെയ്ത്ത് റിപ്ലെ എന്ന ഒരു വൃദ്ധനായ കള്ളനും മറ്റൊന്ന് ഗബ്രിയേൽ മാർട്ടിൻ എന്ന ഒരു ചെറുപ്പക്കാരനായ കള്ളനും. കഥ ആരംഭിക്കുന്നത് തന്നെ വൃദ്ധനായ കെയ്ത്ത് റിപ്ലെ എന്ന കള്ളനിലൂടെയാണ്. അയാളെ എല്ലാവരും റിപ്ലെ എന്നാണ് വിളിക്കുന്നത്. കഥ തുടങ്ങുന്നത് അമേരിക്കയിൽ റഷ്യൻ ഡ്രഗ് ഡീലേഴ്സും സ്മഗ്ലേഴ്സുമെല്ലാം ഒത്തുചേരുന്ന ഒരു സ്ഥലം കാണിച്ചുകൊണ്ടാണ്. അങ്ങോട്ടേക്ക് റിപ്ലെ കടന്നു വരുന്നു. അവിടെ വെച്ച് മുതുകിൽ തേളിൻ്റെ ചിഹ്നം ടാറ്റു അടിച്ച ഒരാളെ റിപ്ലെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നാൽ ഇതേ സമയം മറ്റൊരിടത്ത് രണ്ടാമത്തെ കള്ളനായ ഗബ്രിയേൽ രണ്ട് റഷ്യക്കാരെ പിന്തുടരുന്നു. അവരുടെ കയ്യിൽ എന്തോ വിലപിടിപ്പുള്ള വസ്തുവുണ്ട്. അത് കൈക്കലാക്കാൻ വേണ്ടിയാണ് ഗബ്രിയേൽ അവരെ പിന്തുടരുന്നത്. അങ്ങനെ അവർ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. എന്നാൽ അവിടെ നമ്മുടെ റിപ്ലെ പത്രം വായിച്ചിരിപ്പുണ്ടായിരുന്നു. ഗബ്രിയേൽ അവരെ പിന്തുടരുന്നത് റിപ്ലെ കാണുന്നു. ഇവരെ പിന്തുടർന്ന് റിപ്ലെയും പോകുന്നു. അങ്ങനെ അവർ 4 പേരും ഒരു ട്രെയിനിൽ കയറുന്നു. അവരുടെ തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരും കയറുന്നുണ്ട്. ഉടൻ തന്നെ ഗബ്രിയേൽ കയ്യിലുണ്ടായിരുന്ന ഗൺ ആ റഷ്യക്കാരുടെ നേർക്ക് ചൂണ്ടുന്നു. തനിക്ക് ആവശ്യമുള്ളത് തന്നില്ലെങ്കിൽ നിങ്ങളെ വകവരുത്തുമെന്ന് ഗബ്രിയേൽ പറയുന്നു. പെട്ടെന്ന് അവർ കയ്യിലുണ്ടായിരുന്ന പെട്ടി തുറന്ന് അതിലെ പണം ഗബ്രിയേലിന് മുമ്പിലേക്ക് നീട്ടുന്നു. എന്നാൽ ഗബ്രിയേലിന് അതല്ലായിരുന്നു വേണ്ടത്.